ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനിൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ആദ്യം ഒരു 22 കഥകളായിട്ട് ഒരു മത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഇറക്കിയത്. പിന്നെ രണ്ടാമത് നിങ്ങളെല്ലാം അത് നെഞ്ചോട് ചേർത്ത് വെച്ച് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പം കാണുന്ന ഈ ഒരു പുസ്തകം. ഇത് വായിക്കുന്ന സ്ത്രീകൾക്കെല്ലാം ഒറ്റപ്പെടുന്ന സമയത്ത് ഈ ഒരു പുസ്തകത്തിൽ ഒരു 2 വരി അവർ ഓർക്കുമെങ്കിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. മത്ത് എന്നുള്ള എഴുത്തും പിന്നീട് സ്വത്വം എന്നുള്ള എഴുത്തും ഇനി വരുന്ന എഴുത്തുകളും എല്ലാത്തിനും പ്രചോദനം നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മോഹനേട്ടൻ നല്ല കയ്യടി. സുഭദ്രയെ ഏറ്റവും ഭദ്രമായിട്ടുള്ള കരങ്ങളിൽ ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗീതേച്ചി. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അജിത് വള്ളോളിയാണ് ഇന്ന് നമ്മുടെ നമ്മുടെ സ്വത്വം എന്നുള്ള ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. വളരെ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മുല്ലപ്പൂമ്പൂടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞ ഈ പുസ്തകോത്സവത്തിലൂടെ മത്തായി ലഹരിയായി പുസ്തകം എഴുതി. ഇതിപ്പം ആ പുസ്തകം എഴുതിയതിന് ശേഷം സ്വത്വബോധത്തോടുകൂടി താൻ എന്താണ് തൻ്റെ ഇടം മനസ്സിലാക്കാനുള്ള ഒരു പുസ്തകമാണ് ഇവിടെ അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റ് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ധാരാളം നിങ്ങൾ എഴുതണം. എൻ്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഗീതയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. സ്നേഹത്തിനായി കൊതിക്കുന്ന ഒരു ഹൃദയം കൊണ്ട് മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന അനിർവചനീയമായ അനുഭൂതിയുടെ തിരിവെളിച്ചം കത്തിച്ചു വെക്കുന്ന പ്രിയപ്പെട്ട ഗീതേച്ചിയുടെ ഈ പുസ്തകം നീണാൽ വാഴട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. പ്രിയപ്പെട്ട ഗീതേച്ചിക്ക് ഇനിയും ഒരുപാട് എഴുതാൻ കഴിയട്ടെ. ഈ ഭക്തിയുടെ ഉന്മാദാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ധാരാളം കൃതികൾ മലയാളത്തിനും മറ്റു ഭാഷകൾക്കും സമ്മാനിക്കാൻ കഴിയട്ടെ. എനിക്കൊരു കാമിനി വേണ്ട, ആനന്ദവും കണ്ണീരുമുള്ള ഒരു പെങ്ങളില വേണം. ഗീതേച്ചിയെ പോലെ ഒരു പെങ്ങളില. ഇരുട്ടത്ത് നാം മാനത്ത് നോക്കുമ്പോൾ നമുക്ക് ചില നക്ഷത്രങ്ങളെ കൂടുതൽ തെളിമയുള്ളതായി കാണാൻ കഴിയും. അതുപോലെ ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് ലഭിക്കാവുന്ന സൗഭാഗ്യങ്ങളാണ്. അത്തരത്തിൽ എനിക്ക് ലഭിച്ച ഒരു സൗഭാഗ്യമാണ് ഗീതേച്ചി. ഒന്നും പറയാനില്ല, കൈകൂപ്പി ഒരു നന്ദി അറിയിക്കുകയാണ്. അല്ല, ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഈ ഹാള് ഗീതയോടുള്ള സ്നേഹം തന്നെയാണ്, മറ്റൊന്നുമല്ല. ഗീത അങ്ങോട്ട് കാണിക്കുന്ന ചെറിയ സ്നേഹങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഈ വലിയ സ്നേഹത്തിന് മുന്നിൽ വലിയൊരു പ്രണാമം. എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. എന്നാലും ഒരു 2 ആൾക്കാരെ ഇവിടെ വലതുകാലം വെച്ചാലേ ഇത് പൂർണ്ണമാവുള്ളൂ. പ്രവീൺ പാലക്കൻ, ഷബി. ചോര